الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സൊഫിൽ ഒരുപാട് വിടവ് കാണുന്നുണ്ട്. ആ പിറകിലിരിക്കുന്ന ആളുകളൊക്കെ, ശാരീരിക അസ്വസ്ഥത ഇല്ലാത്ത ആളുകളൊക്കെ സൊഫിലേക്ക് കയറിയിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ സൊഫ് ഇനിയും പൂർത്തിയാകാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിജയം നേടുക എന്നുള്ളത്. പരാജയം ഒരിക്കലും ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ ഗൗരവമായി ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ ഒരു കാര്യമാണ് നാളെ പരലോകത്തുള്ള ഒരു വിജയം എന്നുള്ളത്. ആർക്കാണ് പ്രിയപ്പെട്ടവരെ പരലോകത്ത് വിജയം ലഭിക്കുക? യഥാർത്ഥമായ കറകളഞ്ഞ ഏറ്റവും നല്ല രൂപത്തിലുള്ള വിശ്വാസ രൂഢമൂലമായ ഒരു വ്യക്തിക്ക് മാത്രമേ
നാളെ പരലോകത്ത് വിജയിക്കുവാൻ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. അഥവാ തൗഹീദുള്ള വ്യക്തിക്ക് ഒരുപാട് വിജയങ്ങൾ നാളെ ലഭിക്കുവാനുണ്ട്. ആ തൗഹീദ് അനുസരിച്ച് കൊണ്ടൊരു മനുഷ്യൻ ജീവിച്ചാൽ, ആ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ടൊരു വ്യക്തി അവൻ്റെ ജീവിതത്തിലുടനീളം അവൻ സഞ്ചരിച്ചാൽ അവനക്ക് ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങളെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്താണെന്നറിയോ? ഇരു ലോകങ്ങളിലും നിർഭയത്വം നമുക്ക് നൽകുമെന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഈ ദുനിയാവിലെ എത്രയെത്ര പരീക്ഷണത്തിൻ്റെ വാർത്തകളാണ് നമ്മൾ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിച്ചു പോയിട്ടില്ലേ, അള്ളാഹുവേ ഒരല്പ സമാധാനം എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന്. എന്നാൽ വിശ്വാസികളെ, ഒരു വ്യക്തി സത്യവിശ്വാസം ഉൾക്കൊണ്ട് തൗഹീദ് അനുസരിച്ച് കൊണ്ട് ജീവിച്ചാൽ, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ അവൻ ജീവിച്ചാൽ, അവൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും നിർഭയത്വം കൊടുക്കുമെന്നുള്ളതാണ്. അല്ലാഹ് പറയാണ്, الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്. അടിയുറച്ച വിശ്വാസം, കുടുംബക്കാരുടെ മുമ്പിൽ പണയം വെക്കാത്ത വിശ്വാസം, നാട്ടുകാരുടെയും മഹല്ലുകാരുടെയും മുമ്പിൽ പണയം വെക്കാത്ത വിശ്വാസം, ആ ഒരു വിശ്വാസമുള്ള വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകുമെന്നുള്ളതാണ്. വഹും മുഹ്തദൂൻ, അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ കഴിഞ്ഞുപോയ, ലോകത്ത് കടന്നു വന്ന ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ തൻ്റെ സമൂഹത്തോട് ആദ്യമായി പഠിപ്പിച്ചത് ഈ തൗഹീദായിരുന്നു, അല്ലേ? നോക്കിയേ നിങ്ങൾ, നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതം തന്നെയല്ലേ എൻ്റേത് എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ കടന്നു വരും. ആ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കാത്ത മേഖലകളിലേക്ക് കടന്നു പോകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, തൗഹീദുള്ളവനെ സത്യവിശ്വാസം ഇഷ്ടമുള്ളതാക്കി കൊടുക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരാൾ തൗഹീദ് അനുസരിച്ച് കൊണ്ട് ജീവിച്ചാൽ, യഥാർത്ഥമായ ഒരു തൗഹീദാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്കവൻ്റെ സത്യവിശ്വാസത്തോട് പ്രത്യേകമായ ഒരു ഇഷ്ടം ഇട്ടുകൊടുക്കുന്നു. അധർമ്മത്തോടും തെറ്റുകളോടും ന്യൂനതകളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് വെറുപ്പുളവാക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സത്യവിശ്വാസത്തെ പ്രിയമുള്ളതാക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത് അലങ്കൃതമായി തോന്നിക്കുകയും ചെയ്തിരിക്കുന്നു. ആ വിശ്വാസത്തോടുള്ള ഹുബ്ബാണ് പ്രിയപ്പെട്ടവരെ ദുനിയാവിൽ കർമ്മങ്ങളെ ചെയ്യുവാൻ നമ്മെ നയിക്കുന്നത്. ആ വിശ്വാസത്തോടുള്ള സ്നേഹമാണ് പള്ളിയിലേക്ക് നേരത്തെ നമ്മെ എത്തിക്കുന്നത്. ആ വിശ്വാസത്തോടുള്ള പ്രേമമാണ്, ഹുബ്ബാണ് നമ്മെ ദഅവത്തിന്റെ മേഖലകളിൽ സജീവമാക്കുന്നത്. ഇതാർക്കുള്ളതാ? തൗഹീദ് അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന വ്യക്തിക്കാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് കൊടുത്ത മറ്റൊരു പ്രത്യേകത എന്തെന്നറിയുമോ? വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അവിശ്വാസവും അധർമ്മവും അനുസരണക്കേടും അവൻ നിങ്ങൾക്ക് അനിഷ്ടകരമാക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു വിശ്വാസി ഒരിക്കലും അധർമ്മത്തിലേക്ക് പോവുകയില്ല. ഒരു വിശ്വാസി ഒരിക്കലും അനുസരണക്കേടിലേക്ക് പോവുകയില്ല. അത് തൗഹീദ് അനുസരിച്ച് കൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു ഫളിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
ആ തൗഹീദ് അനുസരിച്ച് കൊണ്ടുള്ള ജീവിതത്തിലൂടെ സഞ്ചരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുകയും റബ്ബിനോട് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലേ? മാത്രമല്ല കേട്ടോ പ്രിയപ്പെട്ടവരെ, പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തും. ഈ ദുനിയാവിൽ മനുഷ്യര് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്, പടച്ചോനെ പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാത്തിരക്ഷിക്കണം എന്നുള്ളത്. എത്ര ആളുകളുണ്ടെന്നറിയോ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രയാസത്തിൻ്റെ മേൽ പ്രയാസത്തോടുകൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. ഒരുപാട് സമ്പത്തുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ജീവിതത്തിൽ ഒരു നിർഭയത്വമില്ല, ജീവിതത്തിൽ ഒരു സുഖമില്ല, ജീവിതത്തിൽ ഒരു സന്തോഷം അവനക്ക് വരുന്നില്ല. എന്നാൽ വിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരു തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനാണോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ, സമാധാനവും സന്തോഷവും രക്ഷയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്കറിയാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ആ മൂസാ നബിയിൽ വിശ്വസിച്ച ആളുകളും കൂടി ഫിറഔനിന്റെ കിങ്കരന്മാരിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന സന്ദർഭങ്ങളിലൂടെ പിന്നിലൂടെ ഫിറഔനും കൂട്ടരും അവരെ പിടിക്കുവാൻ വേണ്ടി വരുന്ന സന്ദർഭമാണ്, രംഗമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ആ അനുയായികളും എത്തി നിൽക്കപ്പെട്ടിരിക്കുന്നത് ഒരു കടലിന്റെ മുമ്പിലാണ്. ആ കടലിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അനുയായികൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, മൂസാ, നമുക്കിനി രക്ഷയില്ലല്ലോ, അവർ നമ്മെ പിടികൂടുമല്ലോ, അവർ നമ്മെ പിടിക്കുമല്ലോ എന്ന് പറയുമ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും വിശ്വാസി പേടിക്കേണ്ടതില്ല. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വടി കൊണ്ട് കടലിലേക്ക് അടിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രയാസത്തിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അനുയായികളെയും രക്ഷപ്പെടുത്തി. എന്താ കാരണം? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടിയുറച്ച ആദർശബോധമുള്ള ജീവിതമായിരുന്നു. അല്ലേ? അതുപോലെ തന്നെയാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ചരിത്രത്തിൽ സ്വാഹിബുൽ ഹൂത്ത് എന്ന് വിശേഷിപ്പിച്ച ആ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രമറിയാത്ത ആരെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ആ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ ഭീമാകാരമായ ഒരു മത്സ്യത്തിൻ്റെ ഉള്ളിൽ പെടുകയും ആ മത്സ്യത്തിൻ്റെ ഉള്ളിൽ പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത്, അല്ലാഹുവേ നീയല്ലാതെ ആരാധനില്ല റബ്ബേ, സുബ്ഹാനക നീ പരിശുദ്ധനാണ് റബ്ബേ, ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാനിതാ അക്രമകാരികളിൽ പെട്ടുപോയിരിക്കുന്നു, എന്നെ രക്ഷപ്പെടുത്തണം. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും റബ്ബ് രക്ഷപ്പെടുത്തി. അതുകൊണ്ട് തൗഹീദ് അനുസരിച്ചു കൊണ്ടുള്ള ജീവിതമാണോ പ്രിയപ്പെട്ടവരെ നമുക്കുള്ളതെങ്കിൽ ഭയപ്പെടേണ്ടതില്ല. ദുനിയാവിലും അല്ലാഹ് രക്ഷിക്കും, നാളെ പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കും. നോക്കൂ നിങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവിശ്വാസികൾക്ക് പോലും അഥവാ ബഹുദൈവാരാധകർക്ക് പോലുമുള്ള ഒരു വിശ്വാസമായിരുന്നു എന്തെന്നറിയോ? പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ വിളിച്ച് മാത്രം പ്രാർത്ഥിച്ചെങ്കിലേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് പോലും മക്കയിലെ മുശ്രിക്കുകൾ മനസ്സിലാക്കിയിരുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു അങ്കബൂത്തിലെ 65-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ്, فَإِذَا رَكِبُوا فِي الْفُلْكِ دَعَوُا اللَّهَ مُخْلِصِينَ لَهُ الدِّينَ. എന്നാൽ ആ ബഹുദൈവാരാധകർ കപ്പലിൽ കയറിയാൽ കീഴ്വണക്കം റബ്ബിന് നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനെ വിളിച്ച് പ്രാർത്ഥിക്കും. അവർ കപ്പലിൽ കയറിയാൽ ആ അവസ്ഥകളൊക്കെ പ്രതിസന്ധിയോ അല്ലെങ്കിൽ മറ്റുള്ള അപകടമോ എന്ത് വന്നാലും അവർ റബ്ബിനോട് വിളിച്ച് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ.
فلما نجاهم إلى البر إذا هم يشركون. എന്നിട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ അവരാ റബ്ബിൽ ശിർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മറ്റൊരു ഏറ്റവും വലിയ ഫളലാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തുമെന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും തൗഹീദ് അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം. അഥവാ ശിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. ഇപ്പം ദുനിയാവിൽ ജീവിക്കുമ്പോൾ രോഗവും അതുപോലെ തന്നെ പ്രയാസവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച രൂപത്തിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ സംഭവിക്കും. പക്ഷെ അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നു, ഡോക്ടറെ കാണിച്ചു, ചികിത്സിച്ചു, രോഗം മാറുന്നില്ല. പിന്നെ ഒരാൾ വന്നുകൊണ്ട് പറയാണ്, ഇന്ന ഭാഗത്ത് ഒരു തങ്ങളുണ്ട്, ഒരു ബീവിയുണ്ട്, ഒരു ഹോജയുണ്ട്, അവിടെ പോയി ചികിത്സിച്ചാൽ മതി, അല്ലെങ്കിൽ അവരോട് പ്രാർത്ഥിച്ചാൽ മതി, ഒക്കെ മാറുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് അവിടേക്ക് ചെല്ലുന്ന ഒരു പ്രകൃതം പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് ആ ഏകദൈവാരാധന നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നമസ്കാരങ്ങളിൽ സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ പ്രാർത്ഥിച്ചു പോയതെന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഞങ്ങൾ നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നു അല്ലാഹ്, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളിലും അള്ളാഹനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിലേക്ക് മാത്രം പ്രാർത്ഥനയുടെ വശങ്ങൾ കൊടുക്കുന്ന പ്രകൃതമാകണം നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ കുടുംബക്കാരെയും നമ്മുടെ നാട്ടുകാരെയും ഈ വിഷയം ഓർമ്മപ്പെടുത്താൻ നമുക്ക് സാധ്യമാകണം. മഹാനായ ലുഖ്മാനുൽ ഹക്കീം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അധ്യായത്തിന് പേരിട്ടത് പ്രിയപ്പെട്ടവരെ ലുഖ്മാൻ എന്നാണ്. ആ ലുഖ്മാനുൽ ഹക്കീം എന്ന ഒരു തത്വജ്ഞാനിയായ പിതാവ് തൻ്റെ പൊന്നുമോന് കൊടുക്കുന്ന 10ഓളം ഉപദേശങ്ങളെ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട്. രക്ഷിതാക്കളെ, നമുക്കൊക്കെ അതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്, നമുക്കൊരുപാട് പഠിക്കുവാനുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? അദ്ദേഹം തൻ്റെ പൊന്നുമോനെ വിളിക്കുകയാണ്, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അലീം, തീർച്ചയായും ആ ശിർക്ക് എന്നുള്ളത് വമ്പിച്ച അക്രമമാകുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വെള്ളം നൽകിയ, നമുക്ക് വായു നൽകിയ, നമുക്ക് മക്കളെ നൽകിയ, നമുക്ക് വീട് നൽകിയ, നമുക്ക് ഹിദായത്ത് നൽകിയ, നമുക്ക് ഭാര്യയെ നൽകിയ, ഈ ഭൂമിയെ ഒരു വാസയോഗ്യമാക്കി തന്ന ആ റബ്ബില് ഒരിക്കലും നമ്മൾ പങ്കു ചേർക്കുവാൻ പാടുള്ളതല്ല. അപ്പം ആ രൂപത്തിൽ ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകണം എന്നുള്ളതാണ്. മാത്രമല്ല കേട്ടോ, തൗഹീദുള്ള വ്യക്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഒരു ആധിപത്യം കൊടുക്കുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന വാചകം എന്താ പ്രിയപ്പെട്ടവരെ? നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവരുടെ മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ തീർച്ചയായും ഭൂമിയിൽ അവർക്കും ഒരു പ്രാതിനിധ്യം കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2 കാര്യങ്ങളാണ് അല്ലാഹു പറഞ്ഞത്. വിശ്വാസികളാകണം, കറകളഞ്ഞ വിശ്വാസമായിരിക്കണം. വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാകണം. പരിശുദ്ധ റമളാൻ വന്നപ്പോൾ നമ്മളൊക്കെ സജീവമായി പള്ളിയിലെത്തിയിരുന്നു, ദഅവത്തിന്റെ മേഖലകളിൽ സജീവമായിരുന്നു, സ്വതക്ക ഉണ്ടായിരുന്നു, ദാനധർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേ സിസ്റ്റം പ്രിയപ്പെട്ടവരെ
ഇപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടോ എന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കുക, മനസ്സിലാക്കുക. അതുകൊണ്ട് തൗഹീദ് അനുസരിച്ച് കൊണ്ട് ജീവിക്കുവാൻ നമ്മളെപ്പോഴും ശ്രമിക്കുക. അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക, റബ്ബിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, തൗഹീദുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിനെ വിളിച്ച് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ പേടിക്കേണ്ടതില്ല, അവൻ നിരാശപ്പെടേണ്ടതില്ല, അവൻ ഏതെങ്കിലും അപകടങ്ങളിൽ എത്തിപ്പെടുമെന്നവൻ ചിന്തിക്കേണ്ടതുമില്ല. യഥാർത്ഥമായ വിശ്വാസിയാണെങ്കിൽ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അവനക്കുണ്ടാകുമെന്നുള്ളതാണ്. മാത്രമല്ല, ഇരു ലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് വിജയം കൊടുക്കും. ഒരു നല്ല മനുഷ്യനാണെങ്കിൽ അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് ഏറ്റവും നല്ല രൂപത്തിലായിരിക്കും. അള്ളാഹനെ വിളിച്ച് മാത്രം പ്രാർത്ഥിക്കുന്ന, കൃത്യമായി 5 നേരം നമസ്കരിക്കുന്ന, മാതാപിതാക്കളോടുള്ള മക്കളോടുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യാത്ര ഏറ്റവും നല്ല രൂപത്തിലായിരിക്കും. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം പ്രത്യേകമായി നമ്മൾ എടുത്തു പറഞ്ഞു. അല്ലാഹു പറയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും ഒരു കൂട്ടം ആളുകൾ ഞങ്ങളുടെ രക്ഷിതാവ് റബ്ബാണെന്ന് പറഞ്ഞവർ. പ്രിയപ്പെട്ടവരെ, ആ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, സുമ്മസ്തഖാമൂ, എന്നിട്ട് നേരെ ചൊവ്വേ നിലകൊണ്ടുപോയ ആളുകൾ. നോക്കൂ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുക്കലേക്ക് ആ മലായിക്കത്തുകൾ കടന്നു വരുമ്പോൾ പറയുന്നു, അല്ലാ തഖാഫൂ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. മലായിക്കത്തുകൾ പറയുകയാണ്. നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. നമ്മുടെയൊക്കെ മരണം പിടിക്കുന്ന സന്ദർഭങ്ങളിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഭാഗ്യം ലഭിക്കുമോ? നമുക്ക് ഈ ഭാഗ്യം ലഭിക്കുമോ? പറയുന്നു, അബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക. ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിക്ക് കൊടുക്കുന്ന ഫضലല്ലേ തീർന്നില്ല. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ഐഹിക ജീവിതത്തിലും പരലോകത്തിലും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാകുന്നു. മലായികത്തുകൾ അവരോട് പറയുകയാണ്, വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും, നിങ്ങൾക്ക് ആ പരലോകത്ത് നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്നതെല്ലാം അവിടെ നിങ്ങൾക്കുണ്ട്. വലക്കും ഫീഹാ മാ തദ്ഊൻ, നിങ്ങൾക്കവിടെ നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളുമുണ്ട്. മലായികത്തുകൾ പറഞ്ഞ് സന്തോഷത്തോടു കൂടി റൂഹ് പിടിക്കുന്ന ഈ ഒരവസ്ഥ ആർക്കാ പ്രിയപ്പെട്ടവരെ ലഭിക്കുക? അള്ളാനെ വിളിച്ച് മാത്രം പ്രാർത്ഥിച്ച് സൽക്കർമ്മങ്ങൾ മുന്നേറിയ ആളുകൾക്ക്. നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ കുതിക്കണം. നമ്മൾ വിശ്വാസികളാണ്. എപ്പോഴും ദുനിയാവിലൂടെ ജീവിക്കുമ്പോൾ നമുക്കൊരു ചിന്ത വേണം. ഏത് നിമിഷവും
എൻ്റെ റബ്ബിങ്കിലേക്ക് ഞാൻ മടങ്ങിപ്പോകേണ്ടവനാണ്. എൻ്റെ സമ്പത്തോ എൻ്റെ അധികാരമോ എൻ്റെ അറിവോ എൻ്റെ ഉന്നതിയോ എൻ്റെ പദവിയോ ഒന്നും വില പോകാത്ത ഒരു ദിവസം എനിക്ക് വരാനുണ്ട് എന്നുള്ള സൂക്ഷ്മമായ ഒരു ബോധം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതിനനുസരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഫസ്തബിക്കുൽ ഖൈറാത്ത്, നന്മകളിൽ മത്സരിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഈ ഒരു ദിവസം, വെള്ളിയാഴ്ച ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു ഫളിലാണ് അല്ലേ? ജൂതന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശനിയാഴ്ച കൊടുത്തെങ്കിൽ, ക്രിസ്ത്യാനികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞായറാഴ്ച കൊടുത്തിട്ടുണ്ട് എങ്കിൽ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നേരത്തെ പള്ളിയിലെത്തുക എന്നുള്ളതാണ്. നമ്മൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ കാണിക്കാൻ പാടുള്ളതല്ല. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ ആ പ്രതിഫലം നമുക്ക് കിട്ടണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഖതീബ് മിമ്പറിൽ കയറുന്നതിൻ്റെ മുമ്പ് നമ്മൾ പള്ളിയിലെത്തണം. അപ്പം അതിനു വേണ്ടിയുള്ള പ്ലാനിങ് നമ്മൾ നേരത്തെ തന്നെ തുടങ്ങി വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. വിശ്വാസികളെ, ഉൽഹിയ്യത്തുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും അറിയാം, പരിശുദ്ധിയിൽ ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും അച്ചരമായ ഒരു കർമ്മമാണ്. നമ്മുടെ പള്ളിയിൽ അതിനുള്ള സൗകര്യം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഷെയറായിക്കൊണ്ട് നമ്മൾ കണക്കാക്കുന്നത് 9,000 രൂപയാണ്. താല്പര്യമുള്ള ആളുകളൊക്കെ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് ആ പുണ്യകർമ്മത്തിൽ പങ്കുചേരാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും അകമഴിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി നമ്മുടെ സമ്പത്തിൽ നിന്ന് നല്ലൊരു വിഹിതം കൊടുത്ത് നാളെ പരലോകത്ത് അതിനുള്ള പ്രതിഫലം വാങ്ങുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. നാളെ പരലോകത്ത് അള്ളാഹു ചോദിക്കുമെന്നുള്ളതാണ്. അയിന ജീറാനി, എൻ്റെ അയൽക്കാരെവിടെ? മലക്കുകൾ ചോദിക്കും, അല്ലാ, നിന്റെ അയൽക്കാരനാകാൻ ആരാണ് അർഹതപ്പെട്ടത്? റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, പള്ളി പരിപാലിച്ച ആളുകൾ എവിടെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ ജനലിൻ്റെ ഒരു ചില്ല് പൊട്ടിയാൽ, ഒരു ടൈലിളകിയാൽ, ഒരു പൈപ്പ് പൊട്ടിയാൽ, അടുക്കളയിലെ ഏതെങ്കിലും ഒരു ഉപകരണം തകരാറിലായാൽ അത് മാറ്റാനും ശ്രദ്ധിക്കാനും, പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര ശ്രദ്ധ നമ്മൾ കാണിക്കും? നമുക്ക് നമ്മുടെ വീടിനോടുള്ള സ്നേഹമാണ്. ഇത് അള്ളാഹിൻ്റെ പള്ളിയാണ്, പ്രതിഫലമാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹ്ക്ക് വേണ്ടി ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചാൽ അവന് വേണ്ടി അള്ളാഹ് സ്വർഗ്ഗത്തിൽ ഒരു ഭവനം കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർമ്മങ്ങൾ മരണത്തിൻ്റെ മുമ്പേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. മരണത്തിൻ്റെ മുമ്പേ ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങൾ അപ്പോൾ തന്നെ ചെയ്തു തീർക്കേണ്ടതുണ്ട്. മരണം തൊണ്ടക്കുഴിയിലെത്തിയാൽ നമസ്കാരത്തിനുള്ള ചാൻസ് നഷ്ടപ്പെടുകയാണ്, സ്വതക്കക്കുള്ള ചാൻസ് നഷ്ടപ്പെടുകയാണ്, ദീനിയായ മേഖലകളിൽ സജീവമാകുവാനുള്ള അവസരമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടമാകുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആയുസ്സിനെ മാക്സിമം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മാർഗങ്ങളിൽ നമ്മൾ വിനിയോഗിക്കുവാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ നന്മകളിൽ മത്സരിക്കുവാൻ, മുന്നേറുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും മറ്റൊരു ഭാഗത്ത് നരകത്തിലേക്കുമാക്കുമ്പോൾ മുവഹിദുകളുടെ കൂടെ, മുത്തഖീങ്ങളുടെ കൂടെ, മുഖ്ലിസീങ്ങളുടെ കൂടെ നാഥൻ നമ്മെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന നല്ല മക്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടകരമായി കൊണ്ടുള്ള മരണങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.